ഞാൻ മിണ്ടിയ വണ്ടി ശരിയാവോ? ഹലോ, ഇതിന് സുനാപ്ലിക്കേഷൻ വല്ലതും അറിയോ? അല്ലെങ്കിൽ പിന്നെ തങ്കപ്പ മേസ്ത്രി വിളിച്ചോണ്ട് വരണോ? നീ തന്നെ പോയി വിളിച്ചോണ്ട് വന്നാ മതി. തങ്കപ്പ മേസ്ത്രി എഴുതി തള്ളിയ കേസായത്. കണ്ടാൽ എന്തിന്റെ കുറവാ? ക്ഷയരോഗിയമ്മയൊക്കെ പിടിച്ച പോലുണ്ട്. അധികം വന്നിക്കല്ലേ, ഇനി ആവശ്യം വരും. കൊറേ കേറി നിറങ്ങി ചെത്തിയതല്ലേ, എല്ലാരും കൂടെ അങ്ങോട്ട് തള്ളിക്കേ. പോയി തള്ളടാ. തള്ളിയിട്ട് ഒരു കാര്യമില്ല. മിണ്ടാണ്ട് തള്ളടാ. ദാ പോയത് ജീപ്പ്, ഇത് കോപ്പ്. സുധി, ഒരു അത്യാവശ്യ കാര്യം പറയാൻ ഡാഡി വിളിക്കുന്നു, വന്ന് കേറിക്കേ. വന്ന് കേറാനാ പറഞ്ഞേ. ഇവന് സുഖമില്ലാതിരിക്കുക, ഡെങ്കിപ്പനി പകരും. ഞാൻ വരാം, വിട്ടോ വിട്ടോ. ഏയ് പ്ലീസ് ഒന്നിറങ്ങിക്കേ, അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകാനാ. സുധി, വന്ന് കേറിക്കേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസം വന്നില്ലല്ലോ. ഒതുക്കറുവാന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഇവനെന്തിനാ അവളുടെ കൂടെ പോയത്? നമ്മളെ ഒതുക്കാൻ. എന്നിട്ട് അവളെ കൊണ്ട് ചുറ്റിക്കറങ്ങി അവന് ചൈൻ ചെയ്യാൻ. ഇതുമല്ല നന്ദിനിക്കുട്ടി അറിഞ്ഞ കഷ്ട. അത് നീ പേടിക്കണ്ട, ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആവശ്യം എന്റേതായി പോയില്ലേ. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ഈ അണ്ടർവെയറിട്ടോണ്ട് ക്ഷേത്രത്തിലോട്ട് കടന്നു വരുന്നു. മോള് പോയി തൊഴുതിട്ട് വരൂ. പ്രായമായ പെണ്ണിന്റെ ഒപ്പം തുണിയില്ലാതെ നടക്കാൻ. പ്യുവർ കൺട്രി ഫെലോ. ശാസ്ത്രീയമായ വസ്ത്രധാരണത്തെ കുറിച്ച് തനിക്ക് എന്തറിയാം? വസ്ത്രത്താൽ മൂടപ്പെടാനുള്ളതല്ല ശരീരം. ശരീരാവയവങ്ങളിൽ കാറ്റും വെളിച്ചവും കടക്കത്തക്ക വിധം വേണം വസ്ത്രങ്ങൾ ധരിക്കേണ്ടത്. താൻ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഈ പരുവത്തിൽ താൻ ക്ഷേത്രത്തിലോട്ട് കടന്നു വന്നാൽ ചാട്ടകത്തിന് അടിച്ചെന്റെ മുട്ടയിലൊടിച്ചോളെ ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഭഗവതി, ഇതെന്താ ദ്വാരപാലകനെ പോലെ ഇവിടെ? അറിഞ്ഞില്ലേ? അമ്പലത്തിനകത്തോട്ട് കയറണേൽ യൂണിഫോം വേണമത്രേ. പേരാപ്പാസ് ഉള്ളി ബെർമുടാകും. ഐ ഹേറ്റ് ദിസ് ഓൾഡ് കപ്പട സിസ്റ്റം, യു നോ. ആ സുധി, ഈ ബെർമുഡാസിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. പറഞ്ഞേക്കാം. ദീപ, പാവം ഈ കുട്ടിയും അച്ഛനാ ബോംബെന്ന് വന്നത്. ഒരു കാര്യം നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എത്ര നേരമായി ഞാൻ വന്നിട്ട്? അമ്പലം ബലം വെച്ച് കാല് തോന്നും. സുധി ആദ്യം എത്തുന്നല്ലേ പറഞ്ഞത്? എങ്ങനെയായി ഞാൻ കണക്ക്? ആ സുധി, പോവാം. ഞാൻ തൊഴുതില്ല. സുധിക്ക് വേണ്ടിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. ഇനി നാളെ തൊഴാം. വാ സുധി. അല്ല, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി, പിന്നെ വരാം. വാ സുധി, എന്താ ഇത്? ഇവന് ഇരുട്ടിയാ പിന്നെ പേടിയാ. ദീപക്കൊരു കൂട്ടി ഞാൻ അവിടെ നിൽക്കാം. എന്തിനാ ദീപയെ പേടിപ്പിക്കാനാ? അവര് പോട്ടെ. പിന്നെ നമുക്ക് രാവിലെ തന്നെ പോണം കേട്ടോ. ഓ ദീപമോൾ, എന്താ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡാഡി, എന്താ മോളെ? ഇത് കണ്ടില്ലേ ഡാഡി? എല്ലാം നാശമാക്കിയിട്ടേക്കണം. എന്റെ മുറി ഇതുപോലെ അലങ്കുലപ്പെട്ട് കിടക്കുകയാണ് സാർ. സാർ ചോർ, സാർ ഡെഫിനറ്റ്ലി ചോർ. ചോർ കയറിയിട്ടുണ്ട് സാർ. സാറിന്റെ മുറിയിൽ ചെന്ന് പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടു നോക്കൂ സാർ, പ്ലീസ് സാർ. നീ കിടന്ന് ബഹളം വെക്കാതെ ഭാർഗവ, എല്ലാം സമാധാനമായിട്ട് നോക്കാം. എന്താണെന്നോ ആരാണെന്നോ അറിയണമെങ്കിൽ വെളിച്ചപ്പാടിനെ വിളിച്ചേ പറ്റൂ. വെളിച്ചപ്പാടൊന്നും വേണ്ട, ഞാൻ കണ്ടതാ. കണ്ടത് പറയാം.
പ്ലീസ് ബിലീവ് മീ. എന്താന്ന് വെച്ചാ പ്രഷർ കൂട്ടാതെ പറ എന്റെ ഭാർഗവ. പുറംവാതലിലൂടെ കടന്നു പോകുന്ന ഒരു കറുത്ത രൂപം. ഏക്ക് ബഡാ ലംബാ കാല ആദ്മി ഹേ. കാലനോ? ശിവ ശിവ, എന്റെ കുന്നത്തൂർ ഭഗവതി, എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഓ, കാലനും പരീക്ഷയൊന്നും അല്ല എന്റെ അമ്മേ. അതാരാണ്ടോ കള്ളന്മാരാ. അവിടെ നിന്ന് എന്തോന്ന് കട്ടോണ്ട് പോവാനാ? കള്ളനൊന്നും അല്ല കുഞ്ഞെ, അനർത്ഥങ്ങളാ. എടാ സുധി മോനെ, നീ ഇനി ആ വീട്ടിലേക്ക് പോവണ്ട. അതിന് ശ്രുതി വരുന്നതിന് എന്താ കുഴപ്പം? വേണ്ട മോളെ, ഇനി അവൻ അങ്ങോട്ട് വരണ്ട. ദേവിയുടെ അപ്രീതി ഏറ്റാനാ എന്റെ കുഞ്ഞ്. അവൻ പോണടത്തല്ല അനിഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദേവിയെ തൊഴാൻ വേണ്ടിയല്ലേ മോൾ ഈ നാട്ടിൽ വന്നത്. ആ പ്രാർത്ഥനയെങ്കിലും ദേവി കേക്കട്ടെ. അനുഭവം കണ്ടില്ലേ? സൂക്ഷിക്കുക. ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ, ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. അച്ഛൻ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ഗോപികൃഷ്ണൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. ബോംബെ മാഹിമിൽ ഞങ്ങളുടെ ബോസ് ഇവർക്ക് വേണ്ടി ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തിരുന്നു. മാത്രമല്ല ഗോപികൃഷ്ണന്റെ ജോലി ഇവന് വേണ്ടി ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവന്റെ ഇതുവരെയുള്ള സമ്പാദ്യം അതും ഇവർക്കുള്ളതല്ലേ. ഇതുകൊണ്ടൊന്നും അവനോടുള്ള ഞങ്ങളുടെ കടപ്പാട് തീരുന്നില്ല. ഈ വാഗ്ദാനങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതൊന്നും കണ്ടിട്ടുമല്ല. പക്ഷേ ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കിയ ഒരാളുണ്ടായിരുന്നു, ഗോപിയേട്ടൻ. എനിക്കത് മതി. എന്നാലും എല്ലാം ശരിയാവും. ഗോപികൃഷ്ണന്റെ ആത്മശാന്തിക്കായി നമുക്കിതങ്ങ് നടത്താം. ഞാനിപ്പോ എന്താടാ? എന്തോ പുറത്ത് വാ, വാ. ആരാണ്ടും എന്നെ തല്ലി താഴെ ഇട്ടു. ആദ്യം ഞാൻ കരുതി അച്ഛനായിരിക്കും. അവര് 3-4 പേരുണ്ടായിരുന്നു. ഉണ്ട കണ്ണും കൂട്ടലകം ഉണ്ടായിരുന്നു. മനുഷ്യനെ പേടിപ്പിക്കാതെ വിദ്യാധര. നേരം പാതിര കഴിഞ്ഞില്ലേ? എല്ലാരും അകത്തേക്ക് കേറിക്കൊള്ളി. പ്രേതസഞ്ചാരമുള്ള സമയമാ. എന്റെ ദേവി, എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ. മോനെ സുധി, നീ അകത്ത് പോ. അച്ഛാ എന്നെ കൂടെ വിളി. വാ മോനെ. സുമതി ഉറങ്ങി. അകത്ത് കയറി പോടി. ഹരേ ദുരാചാര നരസിംഹവംശ. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. നാരീ സംസർഗ ദോഷ ഭവന്തു. എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ വിളിച്ചപ്പാടെ. നാരീ സംസർഗത്തിനായി പോകുന്നവരെ ആദ്യരാത്രിയിൽ പതിയിരുന്ന് ബാധിക്കുന്ന ഒരു ദുർദേവതയാണ് ഏറ്റിരിക്കുന്നത്. അങ്ങനെയുള്ള ദുശ്ചിന്തകൾ വല്ലതും അല്പസ്വല്പം ഇല്ലാതില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരട്ടെ. ധ്യാനത്തിൽ ഞാൻ പലതും ദർശിച്ചു. ദർശിക്കാനും മാത്രം അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അറുകൊല ധ്വംസിച്ചില്ല ഇരുവരെയും. ഒരേ തടവില്ലാതെ ഇനിയും തുടരും. പരിഹാരക്രിയകൾ വല്ലതും പറയാനുണ്ടോ വിളിച്ചപ്പാടെ? സൂര്യോദയത്തിനു മുമ്പ് കാവ്യ വസ്ത്രം അണിഞ്ഞ് ദേഹം ആവസകലം ഭസ്മം പൂശി സ്ത്രീകളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ജലസമീപത്തിലിരുന്ന് സൂര്യാസ്തമനം വരെ ഭസ്മാസുര മന്ത്രം പിഴ കൂടാതെ ഒരു വിഴ. സലിലത്തിലെ സലിലത്തിലെ സലിലത്തിലാണ്ട പൊരുളെ. അല്ല പിന്നെ സലിലത്തിലെ സലിലത്തിലെ സലിലത്തിലാണ്ട പൊരുളെ, സലിലത്തിലെ സലിലത്തിലെ സലിലത്തിലുള്ള പൊരുളെ, സലിലത്തിലെ സലിലത്തിലുള്ള പൊരുളെ, സലിലത്തിലെ സലിലത്തിലെ സലിലത്തിലുള്ള പൊരുളെ ഓം നദി 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 മധ്യത്തിൽ പരപത്മത്തിൽ സ്ഥിതി സൃഷ്ടിക്കും. ബുംബൽ സ്വാഹ, ബുംബൽ സ്വാഹ, ബുംബൽ സ്വാഹ, ബുംബൽ സ്വാഹ, ബുംബൽ. അയ്യോ വെള്ളത്തിൽ